ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 31 ശ്ലോകം 6. ശുക്രാചാര്യർ തടഞ്ഞിട്ടും, ഇത് ഹരിയാണ്, അരുത് അരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടും ശപിച്ചിട്ടും, ഇതുവരെ നേടിയ സകലതും ഇല്ലാതാവും, അധപ്പതിക്കും, നരകത്തിൽ വസിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടും മഹാബലി തൻ്റെ ആ ഉറച്ച വാക്ക് മാറ്റിയില്ല. ധർമ്മപത്നിയായ വിന്ധ്യാവലിയാകട്ടെ ഭഗവാന്റെ പാദം കഴുകിക്കാൻ കൊണ്ടുവന്ന ആ വെള്ളം ഉപയോഗിച്ച് മഹാബലി പാദം കഴുകിക്കുകയും ആ തീർത്ഥം തൻ്റെ ശിരസിൽ ധരിക്കുകയും ചെയ്തു. ഇനി ഈ ശ്ലോകത്തിൽ പറയണത്, ഇത് കണ്ട സകല ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി ഭഗവാന്റെ ദിവ്യമായ വാമനരൂപം പെട്ടെന്ന് വളർന്ന് ബ്രഹ്മാണ്ടത്തോളം ഉയർന്നു. അതൊക്കെയാണ്. നമുക്ക് ശ്ലോകം നോക്കാം. നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജു ഋഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരവാവൃത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിദികുലപദൗ, ദൈത്യകുലത്തിൻ്റെ പതിയായിട്ടുള്ള അസുര രാജാവായിട്ടുള്ള ആ മഹാബലി നിസ്സന്ദേഹം, യാതൊരു സംശയലേശം പോലും ഇല്ലാതെ ത്വയി തദ് അശേഷാർപ്പണം വ്യതന്വാനെ എന്ന് പറഞ്ഞാൽ ത്വയി ഭഗവാനെ അങ്ങേക്കായി, തത് അശേഷാർപ്പണം ആ ചെയ്യാൻ ഉറച്ച സർവത്യാഗം, സർവസമർപ്പണം, വ്യാതന്വാദേ എന്ന് പറഞ്ഞാൽ ചെയ്ത ആ അവസരത്തിൽ സ അമര ഋഷയ പുഷ്പവർഷ മുമോചു, അമരന്മാരാകട്ടെ ദേവന്മാരാകട്ടെ ഋഷിമാരാകട്ടെ എല്ലാവരും ദിവ്യമായ പൂക്കൾ ഭഗവാന്റെ മേൽ വർഷിച്ചു. മുമുജു എന്ന് പറഞ്ഞാൽ പൂക്കളെ മോചിപ്പിച്ചു, പൂമഴ പെയ്ച്ചു. വിശ്വഭാജാം പശ്യതാം, സകലരും കണ്ടുകൊണ്ടിരിക്കെ, തവ ഇതം ദിവ്യം രൂപം, ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള വാമനരൂപം, വിശ്വാണ്ഡഭാണ്ഡം അവധീകൃത്യ, വിശ്വം മുഴുവനും അങ്ങോട്ട് നിറഞ്ഞു, ബ്രഹ്മാണ്ടത്തിൻ്റെ അറ്റം പോലും കടന്നു. അവധീകൃത്യ ആ പരിധി എന്നതുവരെ ഉയർന്നിട്ട്, ഉച്ചൈ ഉച്ചൈ അവൃധത്, വളരെ വളരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു. അവിടെയുള്ള മഹാഭാഗ്യവാന്മാർക്ക്, പുണ്യശാലികൾക്കൊക്കെ അത് കാണാൻ സാധിച്ചു. ഒരു ദിവ്യ ചക്ഷുസ്സോ ഒന്നും വേണ്ടി വന്നില്ല. അവിടെയുള്ള എല്ലാവരും ആ വാമനരൂപം പെട്ടെന്ന് മാറുന്നതും നോക്കിക്കൊണ്ടിരിക്കെ ബ്രഹ്മാണ്ടത്തോളം ഉയർന്ന ബൃഹത്തായിട്ടുള്ള ഒരു രൂപമായി മാറുന്നതും സകലരും കണ്ടു. ആ ബൃഹത്തായ രൂപത്തിന് മുന്നിൽ മഹാബലിയും യാഗശാലയും ഒക്കെ ഒരു മൺതരിയുടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം ആ ഭഗവത് രൂപം വളർന്നു മേലോട്ട് മേലോട്ട്. നിസ്സന്ദേഹം ദിദികുലപദൗ, ദിദികുലപതിയായിട്ടുള്ള മഹാബലി നിസ്സന്ദേഹം യാതൊരു സംശയവും കൂടാതെ ത്വയി അശേഷാർപ്പണം, ഭഗവാനെ അവിടുത്തെ പാദത്തിൽ തൻ്റെ കയ്യിലുള്ള സർവസ്വവും അർപ്പിച്ചു. തദ് വ്യാതന്വാദേ, ആ സമയത്ത്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ അമര പുഷ്പവർഷം ഋഷയ മുമൂജു, അമരന്മാരും ഋഷിമാരും സകല ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി. ദിവ്യം രൂപം തവ ച തത് ഇതം, ഈ പറഞ്ഞതുപോലെയുള്ള അവിടുത്തെ ആ ദിവ്യമായ വാമനരൂപം, പശ്യതാം വിശ്വഭാജ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ, ഉച്ചൈർ അവൃധത്, വളരെ വളരെ വേഗത്തിൽ വർദ്ധിച്ചു. അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം, ബ്രഹ്മാണ്ടത്തിൻ്റെ അറ്റം വരെ അതങ്ങോട്ട് ഉയർന്നു എന്നാണ്. ശ്ലോകം ഒന്നുകൂടി നോക്കാം.
നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാദേ മുമുജുർഷയാ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരവൃധത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ശ്ലോകം 7. അങ്ങനെ ഭഗവാന്റെ പാദം ലോകം മുഴുവൻ അളന്നുകൊണ്ട് ബ്രഹ്മലോകത്തിൽ അല്ലെങ്കിൽ സത്യലോകത്തിൽ എത്തി. സകലവിധ ദേവന്മാരും മഹർഷിമാരും ബ്രഹ്മാവ് പോലും അത് കണ്ട് ഞെട്ടിപ്പോയി. ഇതുവരെ കാണാത്ത അത്ഭുതകരമായ ആ കാഴ്ച അവരെല്ലാവരും നോക്കിക്കണ്ടു. ബ്രഹ്മാവ് ഉടനെ തന്നെ തൻ്റെ കമണ്ഡലുവിലെ പരിശുദ്ധമായ ആ വെള്ളം കൊണ്ട് വേഗം തന്നെ ഭഗവാന്റെ പാദം കഴുകിച്ചു. ആ തീർത്ഥജലം ആകാശഗംഗയായിട്ട് ഒഴുകി സകല ലോകത്തിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ ഭഗവത് സ്പർശമേറ്റിട്ടുള്ള ആ ഭാഗീരഥി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പാദതീർത്ഥം സ്പർശിച്ചു കൊള്ളൂ, മനസ്സും പരിശുദ്ധമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദരേണു കലർന്നിട്ടുള്ള ആ വെള്ളം ഭാഗ്യമുള്ളവരൊക്കെ കാണണം, സ്പർശിക്കണം എന്നാണ്. അത്ര പവിത്രമാണ് അതിൻ്റെ ഉൽപ്പത്തി. ഇതൊക്കെ കണ്ട ശ്രീരാമ ഭക്തനായിട്ടുള്ള ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ജാംബവാൻ വാമനമൂർത്തിയുടെ ഈ വിജയോത്സവം എല്ലാവരും അറിയുക, എൻ്റെ ഭഗവാന്റെ മഹത്വം എല്ലാവരും അറിയൂ എന്ന് പറഞ്ഞ് പെരുമ്പറ കൊട്ടിക്കൊണ്ട് എല്ലാ ലോകത്തിലും ഇങ്ങനെ സഞ്ചരിച്ചു. 21 വട്ടം ലോകം പ്രദക്ഷിണം ചെയ്തു എന്നാണ്. മതിയാവാതെ നൃത്തം ചെയ്തിട്ടും സന്തോഷിച്ചിട്ടും അങ്ങനെ അവിടെ ദേവന്മാരുടെയും ജാംബവാൻ്റെയും മറ്റെല്ലാവരുടെയും ഗാനവും നൃത്തവും ആനന്ദവും പെരുമ്പറയും ആയിട്ട് ഭക്തിയുടെ അത്യുന്നതമായ ഒരു അവസ്ഥയുണ്ടായി എന്നാണ് 7ാമത്തെ ശ്ലോകം. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോऽസൗ കുണ്ഠീതോയൈർ അസിജത് അപുനാദ് ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേചരൈരുത്സവേ അസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനം അചര ജാംബവാൻ ഭക്തിശാലി. ത്വത്പാദാഗ്രം, ഭഗവാനെ അങ്ങനെ മേലോട്ടുയർന്ന അവിടത്തെ പാദത്തിൻ്റെ തൃക്കാലിൻ്റെ അഗ്രഭാഗം നിജപദഗതം ആ ബ്രഹ്മാവിൻ്റെ ലോകത്തോളം എത്തിയപ്പോൾ അസൗ പുണ്ഡരീകോദ്ഭവ, ആ പുണ്ഡരീകം താമര, താമരയിൽ നിന്നും ഉണ്ടായ ആ ഭഗവാൻ ബ്രഹ്മദേവൻ നിജപദഗതം ത്വത്പദാഗ്രം അങ്ങയുടെ കാലിൻ്റെ അറ്റം കുണ്ഠീതോയായി തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് അസിജത് കഴുകി. യത് ജലം ഏതൊരു പാദതീർത്ഥമാണോ വിശ്വലോകാൻ അപുനാത് സകല ലോകത്തെയും പരിശുദ്ധമാക്കുന്നത് പരിപാവനമാക്കുന്നത് ഖേചരൈ ഹർഷോത്കർഷാത് ആ ഒരു കാഴ്ച കണ്ടിട്ട് അത് ആകാശഗംഗയായിട്ട് അങ്ങോട്ട് ഒഴുകുന്നു. ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ വെള്ളം കൊണ്ട് കഴുകിക്കുന്നു. ഭഗവാൻ ആകാശത്തോളം അല്ല സകല ലോകങ്ങളെയും കവച്ചു വെച്ചുകൊണ്ട് തൃപ്പാദം പൊക്കുന്നു. എല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്യുന്നു. ജാംബവാൻ പെരുമ്പറ കൊട്ടുന്നു. അങ്ങനെയുള്ള ആ കാഴ്ചയൊക്കെ കണ്ട് സകലരും ഹർഷോത്കർഷാത് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് സുബഹു നൃത്തേ വളരെയധികം സുബഹു ധാരാളം നൃത്തേ പാട്ടും നൃത്തവും ഒക്കെ നടത്തി. ഭക്തിശാലി ജാംബവാൻ യഥാർത്ഥ ഭക്തനായിട്ടുള്ള ആ ജാംബവാൻ എന്ത് ചെയ്തു? തസ്മിൻ ഉത്സവേ ഭേരീം നിഘ്നൻ ആ ഉത്സവാന്തരീക്ഷത്തിൽ പെരുമ്പറയെടുത്ത് ഉറക്കെ കൊട്ടിക്കൊണ്ട് ഭുവനം അചരത് സകല ലോകങ്ങളിലും സഞ്ചരിച്ചു. ത്വത്പാദാഗ്രം നിജപദഗതം തൻ്റെ ലോകത്തോളം എത്തിയ ഭഗവത് പാദത്തിൻ്റെ അഗ്രം
ആ പാദങ്ങൾ. പുണ്ടരീകോദ്ഭവോ അസൗ, പുണ്ടരീക ഉദ്ഭവനായിട്ടുള്ള താമരപ്പൂവിൽ നിന്നും വന്നിട്ടുള്ളതായ ആ ബ്രഹ്മാവ്. കുണ്ഠീതോയൈർ അസിജത്, തൻ്റെ കമണ്ഡലുവിലെ ദിവ്യമായ വെള്ളം കൊണ്ട് അസിജത് കഴുകിച്ചു. അപുനാത് യത് ജലം വിശ്വലോകം, വിശ്വലോകത്തെയും യത് ജലം ആ പാദതീർത്ഥം, പാദരേണു കലർന്നിട്ടുള്ള ആ വെള്ളം അസിജത് നനച്ചു. അപുനാത് പരിശുദ്ധീകരിച്ചു. ഹർഷോത്കർഷാത് ആ ഒരു ആനന്ദത്തിൽ മുഴുകിയിട്ട്. സുബഹു നൃതേ ഖേജരൈ ആകാശചാരികളായിട്ടുള്ള സകലരും വളരെയധികം നൃത്തവും ഗാനവും സ്തുതികളും ഒക്കെ ആയിട്ട് ഉത്സവേ അസ്മിൻ, അതൊരു ഉത്സവമാക്കി. അപ്പോൾ ഭേരീം നിഗ്നൻ ഭുവനം ആചരം, ജാംബവാൻ ഭക്തിശാലി, ഏറ്റവും ഭക്തിശാലിയായിട്ടുള്ള ജാംബവാനാകട്ടെ പെരുമ്പറ ഭേരി ഇങ്ങനെ കൊട്ടിക്കൊണ്ട് ഭുവനം അചരത്, സകല ലോകത്തും സഞ്ചരിച്ചു. ഭക്തിയുടെ അത്യുന്നതമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് വരച്ച് കാണിക്കുന്നത്. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ടരീകോദ്ഭവോ അസൗ, കുണ്ഠീതോയൈർ അസിജത് അപുനത് യത് ജലം വിശ്വലോകാൻ, ഹർഷോത്കർഷാത് സുബ